വളരെയധികം ബുദ്ധിശാലിയായ ഒരു സയന്റിസ്റ്റാണ് സൈമൺ. അദ്ദേഹം പട്ടികളെ വെച്ചിട്ടാണ് പല ഗവേഷണങ്ങൾ നടത്തുന്നത്. വർഷങ്ങളോളമായി സൈമൺ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അത് ഒരു ഫോർമുല തയ്യാറാക്കാനാണ്. ആ ഫോർമുല അഥവാ ആ മെഡിസിൻ ഒരു പട്ടിയുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്താൽ ആ പട്ടിക്ക് അവിശ്വസനീയമായിട്ടുള്ള ശക്തി ലഭിക്കും. അത് വെച്ച് പല മോശം കാര്യങ്ങൾ ലോകത്ത് ചെയ്തു കൂട്ടി സമ്പന്നനാവണം എന്നൊക്കെയാണ് സൈമണിന്റെ ലക്ഷ്യം. പക്ഷെ സൈമൺ ഒരുപാട് റിസർച്ച് നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഫോർമുലാസ് ഒന്നും തന്നെ ഫലിക്കുന്നില്ല. ഇനി നമ്മുടെ കഥാനായകനെ പരിചയപ്പെടാം. നമ്മുടെ ഈ കഥയിലെ ഹീറോ ഒരു മനുഷ്യനല്ല, ബീഗൾ ഇനത്തിൽപ്പെടുന്ന ഒരു ഡോഗാണ്. ക്യാപിറ്റൽ സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പോലീസ് ഡോഗാണ് ബീഗൾ. അപ്പോൾ മേയർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ബീഗൾ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരു ബോക്സ് നോക്കി നിർത്താതെ കുരക്കുകയാണ്. അപ്പോൾ പോലീസ് ഓഫീസേഴ്സിനൊക്കെ സംശയമായി. അതിനുശേഷം ബീഗൾ ആ ബോക്സിന്റെ അടുത്ത് ചെന്ന് കുരക്കുകയാണ്. സോ ആ ബോക്സിൽ ബോംബ് തന്നെയാണ് എന്ന് ഓഫീസേഴ്സിന് മനസ്സിലായി. അവര് മേയറിനെ സുരക്ഷിതമാക്കി അതിനുശേഷം സ്വാട്ട് ടീമും ബോംബ് സ്ക്വാഡൊക്കെ എത്തി. എന്നിട്ട് സൂക്ഷ്മതയോടെ അവർ ആ ബോക്സ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിന്റെ അകത്തുള്ളത് ബോംബ് ഒന്നുമല്ല, മീറ്റ് ആണ്. അത് കണ്ട് എല്ലാവരും ബീഗളിനെ കളിയാക്കി ചിരിക്കുകയാണ്. ബീഗൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉപകാരമില്ലാത്ത ഒരു ഡോഗാണ് എന്നും പറഞ്ഞ് ബീഗളിനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞയച്ചു. സങ്കടത്തോടെ ബീഗൾ നടന്നു പോകുമ്പോൾ 3 ഘടാഘടിയന്മാരായ ജർമ്മൻ ഷെപ്പേർഡ് പോലീസ് നായകൾ ബീഗളിനെ നോക്കി കളിയാക്കി ചിരിക്കുന്നൊക്കെയുണ്ട്. പട്ടികളുടെ ഭാഷയിൽ ആ 3 ജർമ്മൻ ഷെപ്പേർഡ് നായകൾ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബീഗളിനെ പരിഹസിക്കുന്നുണ്ട്. അങ്ങനെ തെരുവുകളിലെ കൂടി നടന്നു പോകുമ്പോഴാണ് തെരുവു നായകളെ പിടിക്കാൻ നിൽക്കുന്ന ഒരുത്തൻ ബീഗളിനെ പിടിച്ച് കൂട്ടിലാക്കിയത്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നൊന്നും ബീഗളിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ തൊട്ടപ്പുറമുള്ള കൂട്ടിലുള്ള ഡോഗിനോട് ഇത് ഏതാണ് സ്ഥലം എന്നൊക്കെ ബീഗൾ ചോദിച്ചു. അപ്പോൾ ആ ഡോഗ് പറയാണ് ഇത് അഡോപ്ഷൻ സെന്റർ ആണ് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട, ഇത് സൈമൺ എന്ന ക്രൂരനായ സയന്റിസ്റ്റിന്റെ ലാബാണ്. അങ്ങേര് തെരുവിൽ നിന്ന് നായകളെ പിടിച്ചു കൊണ്ടുവന്ന് പല എക്സ്പെരിമെന്റ്സിനായി ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ട് ബീഗളിന് നല്ലോണം പേടിയായി. സൈമണിന്റെ പാർട്ട്ണറാണ് കാഡ്. അദ്ദേഹം പത്രത്തിലെ വാർത്ത സൈമണിന് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നായ ബോംബാണ് എന്ന് കരുതി മീറ്റ് കണ്ടുപിടിച്ച വാർത്തയാണ്, അതായത് നമ്മുടെ ബീഗളിന്റെ വാർത്ത. അപ്പോൾ ഇത് കണ്ട് സൈമൺ പുച്ഛത്തോടെ പറയാണ് മണ്ടൻ പോലീസുകാരുടെ വിചാരം നായകളെ ട്രെയിൻ ചെയ്താൽ ശക്തരാക്കാൻ പറ്റും എന്നാണ്. എന്നാൽ എനിക്ക് ജനറ്റിക്സ് റിസർച്ച് വെച്ച് ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള പട്ടിയെ എനിക്ക് ഉണ്ടാക്കാനേ സാധിക്കും എന്നൊക്കെ അഹങ്കാരത്തോടെ സൈമൺ പറയുന്നുണ്ട്. സോ ഇന്ന് സൈമൺ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ബീഗളിന്റെ ശരീരത്തിലാണ്. തന്റെ എക്സ്പെരിമെന്റ് പരാജയമാണെങ്കിൽ ബീഗൾ മരണപ്പെടും. അപ്പോൾ സൈമണിന്റെ കയ്യിലുള്ള വലിയ സൂചി കണ്ടപ്പോൾ തന്നെ നമ്മുടെ ബീഗളിന് പേടിയായി. സൈമണ് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ബീഗൾ ഒച്ചത്തിൽ കുരച്ചു. അതേപോലെ ബീഗൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ആ ലാബിലെ കൂടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള പല വസ്തുക്കളും ഡാമേജ് ആവുന്നുണ്ട്. അവസാനം വർഷങ്ങളോളമായി സൈമൺ റിസർച്ച് നടത്തുന്ന ഫോർമുലാസ് സൂക്ഷിച്ചു വെച്ച ഷെൽഫ് നമ്മുടെ ബീഗളിന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. ആ ഫോർമുലാസ് ഒക്കെ ബീഗളിന്റെ ദേഹത്ത് വീണ് പൊട്ടി. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ബീഗൾ കുറച്ച് മസ്കുലർ ആവുന്നതാണ്. അതേപോലെ ബീഗൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ അവിടെയുള്ള ചുമരും കഥകൊക്കെ പൊട്ടുന്നുമുണ്ട്. ഇത് കണ്ട് സൈമണ് ഷോക്കായി. കാരണം താൻ അത്രയും വർഷം റിസർച്ച് ചെയ്തുണ്ടാക്കിയ ഫോർമുലാസ് ഇപ്പോൾ സക്സസ് ആയി. എന്നാൽ ബീഗൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ സൈമണിന്റെ ഇനിയുള്ള ലക്ഷ്യം ബീഗളിനെ പിടികൂടുക എന്നതാണ്. ബീഗൾ ഓടി രക്ഷപ്പെട്ട സമയം സൈമണിന്റെ ലാബ് മുഴുവനായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടിയ ബീഗളിന് നല്ല വിശപ്പുണ്ട്. ഒരുപാട് നേരമായി ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ ഒരു ഡസ്റ്റ്ബിനിന്റെ അകത്ത് ബീഗൾ ഭക്ഷണം തിരയുകയാണ്. എന്നാൽ ഈ സമയം ബീഗളിന്റെ അടുത്തേക്ക് 3 തെരുവ് നായകൾ വന്നു. ഈ സ്ഥലത്തെ മെയിൻ ആയിട്ടുള്ള നായകളാണ് ഇവന്മാര് 3 പേരും. അപ്പോൾ അവരുടെ ടെറിട്ടറിയിലേക്ക് പുതിയ ഒരു പട്ടി വന്ന് ഭക്ഷണം നോക്കുന്നത് അവന്മാർക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവന്മാര് 3 പേരും ബീഗളിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നാൽ അവരുടെ അടുത്തുനിന്ന് ബീഗൾ ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ബീഗൾ ഓടി രക്ഷപ്പെടുന്ന സമയം അതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ടായ കാറ് ബീഗളിനെ ഇടിക്കുകയാണ്. അത് കണ്ട ഗുണ്ടകളായ ഈ 3 നായകളും അവിടുന്ന് സ്ഥലം വിട്ടു. കാർ ഓടിച്ച ഇദ്ദേഹത്തിന്റെ പേരാണ് ഡാൻ. അദ്ദേഹം അറിയാതെ ഇടിച്ച പട്ടി ചത്തുപോയി എന്നാണ് അദ്ദേഹം കരുതിയത്. എന്നാൽ ബീഗളിന് ഒന്നും പറ്റിയിട്ടില്ല. ബീഗൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ ഷൂസ് ഒക്കെ നക്കുകയാണ്. ബീഗൾ നല്ലൊരു ഡോഗാണ്, അതേപോലെ അതിന് ഉടമയില്ല എന്നും ഡാന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ബീഗളിനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അദ്ദേഹം ബീഗളിനെ കാറിൽ കയറ്റി പോവുകയാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡാന് ബീഗളിനെ അറിയാതെ കാർ കൊണ്ട് ഇടിച്ചപ്പോൾ ബീഗളിന് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഡാന്റെ കാർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ ഒരു ബെൻഡ് തന്നെ വന്നിട്ടുണ്ട്. ഡാനിന്റെ മകനാണ് ജാക്ക്. ബീഗളിനെ കൂട്ടി വീട്ടിൽ വന്ന അച്ഛന് ജാക്കിനോട് പറയാണ് ഇന്നു മുതൽ ഈ പട്ടിയും നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിരിക്കും, നീ വേണം ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്നാൽ ജാക്കിന് മൃഗങ്ങളെ വളർത്താനൊന്നും അത്ര താല്പര്യമല്ല. അച്ഛൻ മോനോട് പറയാണ് ഇവന് എന്തെങ്കിലും പേരിടണം. അപ്പോൾ ഈ സമയമൊക്കെ ബീഗൾ അദ്ദേഹത്തിന് ഷൂസ് നക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ബീഗളിന് പേരിട്ടു ഷൂ ഷൈൻ എന്ന്. സോ നമ്മുടെ ബീഗൾ ഡോഗ്
ഡോഗായ ഷൂഷൈനെ അവര് വീട്ടിൽ തനിച്ചാക്കി ഡാനി ജോലിക്കും പോയി, ജാക്ക് സ്കൂളിലേക്കും പോയി. സോ വീട്ടിൽ തനിച്ചായപ്പോൾ നമ്മുടെ ഷൂഷൈന് വിശക്കാനായി തുടങ്ങി. ഭക്ഷണം അന്വേഷിച്ച് കിച്ചണിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ചില്ലി സോസിന്റെ ടിന്ന് കിട്ടി. അത് ചെറുതായി ഒന്ന് കടിച്ചപ്പോൾ തന്നെ പൊട്ടിപ്പോയി ചുമരിലൊക്കെ തെറിക്കുകയാണ്. ഈ സമയം വീട്ടിന്റെ പുറത്ത് മെയിൽമാന് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിന്റെ അകത്തുള്ള പട്ടിയെ നോക്കി കളിയാക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ദേഷ്യം പിടിച്ച ഷൂഷൈന് അങ്ങേരെ നോക്കി ദേഷ്യത്തോടെ കുരച്ചു. അപ്പോൾ ആ ജനാലയും അദ്ദേഹം ധരിച്ച് കണ്ണാടിയൊക്കെ പൊട്ടുന്നത് കാണാം. ഇത് കണ്ട് പേടിച്ച് ആ മെയിൽമാന് വണ്ടിയെടുത്ത് പെട്ടെന്ന് സ്ഥലം കാലിയാക്കി. ശേഷം ഷൂഷൈന് സോഫയുടെ അടിയിൽ ഒരു ടെന്നീസ് ബോൾ കണ്ടു. ആ ബോൾ എടുക്കാനായി സോഫയുടെ അടിയിൽ കയറാൻ നോക്കിയതാണ്. അപ്പോൾ അത്രയും ഭാരമുള്ള സോഫയൊക്കെ ഫ്ലിപ്പ് ചെയ്ത് വീണു. തനിക്ക് എന്താണ് സംഭവിച്ചത്, താൻ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും അധികം ശക്തനായത് എന്നൊന്നും ഷൂഷൈന് മനസ്സിലാകുന്നില്ല. ജാക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കാണുന്നത് ഷൂഷൈന് വീട് മുഴുവനും വൃത്തികേടാക്കി വെച്ചതാണ്. നീ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് ഷൂഷൈൻ എന്ന് ജാക്ക് ചോദിച്ചപ്പോൾ ഷൂഷൈൻ സംസാരിക്കുകയാണ്. സോ സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന്. ഈ ശബ്ദം കേട്ടപ്പോൾ ആരാണ് ഇത് പറഞ്ഞത് എന്ന് ജാക്കിന് മനസ്സിലായിട്ടില്ല. ജാക്ക് ഹലോ ആരാ അത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഷൂഷൈന് വീണ്ടും സംസാരിച്ചു. എന്ത്, നിനക്ക് സംസാരിക്കാൻ കഴിയോ എന്ന് ജാക്ക് അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ ഷൂഷൈനും അത്ഭുതത്തോടെ തിരിച്ചു ചോദിക്കാണ്, എന്ത്, പട്ടികളുടെ ഭാഷ നിനക്കും മനസ്സിലാകുന്നുണ്ടോ എന്ന്. അവര് രണ്ടുപേരും ഒന്നിച്ചു നിലവിളിച്ചു. അവര് രണ്ടുപേരും പുറത്തു നടക്കാനേ ചെന്നു. ഈ സമയം നിനക്ക് എങ്ങനെയാണ് ഈ കഴിവ് കിട്ടിയത് എന്നൊക്കെ ജാക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ല, ഇതൊക്കെ ഇന്നാണ് ഞാനും ശ്രദ്ധിക്കുന്നത് എന്നായിരുന്നു ഷൂഷൈന്റെ മറുപടി. അവര് ഒരു പാർക്കിൽ ഇരിക്കുമ്പോൾ അവിടെ വരുന്ന ഈ പെൺകുട്ടിയുടെ പേരാണ് മോളി. നമ്മുടെ ജാക്കിന്റെ ക്രഷ് ആണ് മോളി. മോളി അവരുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ ജാക്ക് ഷൂഷൈനോട് പറയുന്നുണ്ട്, നീ എന്നോടല്ലാതെ മറ്റൊരാളോടും സംസാരിക്കാൻ പാടില്ല, പട്ടിയെ പോലെ തന്നെ പെരുമാറണം. ജാക്ക് മോളിക്ക് തന്റെ പുതിയ ഡോഗിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാണ് മോളിയുടെ വളർത്തുനായ പോളി. പോളിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഷൂഷൈന് ഇഷ്ടമായി. പോളിയുടെ അടുത്ത് ചെന്ന് ഷൂഷൈന് പോളിയെ വളക്കാനൊക്കെ ശ്രമിച്ചു. എന്നാൽ പോളി പറയാണ്, സോ സോറി, എനിക്ക് നിന്നെ ബ്രദറായിട്ട് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ, അതുകൊണ്ട് നമ്മൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ നിൽക്കാം. അവര് പോയതിനു ശേഷം ജാക്ക് ഷൂഷൈന് പിടിക്കാനായി ഒരു ഫ്രിസ്ബി എറിഞ്ഞു കൊടുക്കുകയാണ്. അത് വളരെ വേഗത്തിലാണ് ഷൂഷൈന് പിടിച്ചിട്ട് തിരിച്ചു വന്നത്. അത് കണ്ട് ജാക്ക് ഷോക്കായി. അതിനുശേഷം ഒരു കമ്പ് കൊടുത്ത് ഇത് എവിടെങ്കിലും കുഴിച്ചിട്ട് വാ എന്ന് ജാക്ക് പറഞ്ഞു. ഒരു സാധാരണ പട്ടിയോട് സംസാരിക്കുന്നത് പോലെ കൊഞ്ചിച്ചിട്ടൊക്കെയാണ് ജാക്ക് പറഞ്ഞത്. അപ്പോൾ ജാക്കിനോട് ഷൂഷൈന് പറയാണ്, എങ്ങനെയൊന്നും എന്നോട് പറയണ്ട, മര്യാദക്ക് സംസാരിച്ചാൽ മതിയെന്ന്. അതേപോലെ ആ കമ്പ് കുഴിച്ചിടാനായി ചെന്ന ഷൂഷൈന് വളരെയധികം വലിയ അഥവാ ആഴത്തിലുള്ള കുഴി വളരെ വേഗത്തിൽ കുഴിച്ചിട്ടാണ് ആ കമ്പ് കുഴിച്ചിടുന്നത്. സോ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ജാക്കിന് മനസ്സിലായി ഷൂഷൈൻ ഒരു സാധാരണ ഡോഗ് അല്ല, അവന് സൂപ്പർ പവേഴ്സ് ഉണ്ട് എന്ന്. ഷൂഷൈന് ഇപ്പോൾ ദൂരെയുള്ള വസ്തുക്കൾ വരെ മണപ്പിക്കാനേ സാധിക്കും. അതേപോലെ അത്രയും ദൂരെയുള്ള ആൾക്കാരുടെ ശബ്ദം പോലും ഷൂഷൈന് കേൾക്കാനേ പറ്റുന്നുണ്ട്. ഈ സമയം ദൂരെയുള്ള മോളിയെ രണ്ട് കള്ളന്മാര് വന്ന് മോഷ്ടിക്കുന്ന കാര്യം ഷൂഷൈന് മനസ്സിലായി. മോളി അപകടത്തിലാണ്, എത്രയും പെട്ടെന്ന് അവളെ രക്ഷിച്ചേ മതിയാവും. അങ്ങനെ അവര് രണ്ടുപേരും ആ സ്ഥലത്തേക്ക് ഓടുകയാണ്. എന്നാൽ നമ്മുടെ ഷൂഷൈന്റെ കാര്യം പറയുകയാണെങ്കിൽ അവര് വളരെയധികം വേഗത്തിലാണ് ഓടുന്നത്. തന്റെ വേഗത കണ്ട് ഷൂഷൈൻ ഇതിന് അത്ഭുതമായി. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റുള്ള സമയത്തൊന്നും ഇത്ര വേഗത്തിൽ ഓടാൻ എനിക്ക് സാധിക്കാറില്ലല്ലോ എന്നൊക്കെ ഷൂഷൈൻ സ്വയം പറയുന്നുണ്ട്. എന്നാൽ വേഗത കൂടിയപ്പോൾ ഷൂഷൈൻ പറക്കാനായി ആരംഭിച്ചു. ഷൂഷൈൻ വേഗത്തിൽ പറന്നു പോകുന്ന സമയം ഒരു ട്രക്ക് പെട്ടെന്ന് മുന്നിൽ വന്നു. അപ്പോൾ ഷൂഷൈന് വെട്ടിച്ചു പോകുമ്പോൾ സ്ട്രീറ്റിലുള്ള കടയിലൊക്കെ ഇടിച്ചു. അപ്പോൾ ഒരാളുടെ തലയിലെ വിഗ് ഷൂഷൈന്റെ കണ്ണിൽ വന്ന് വീണു. അപ്പോൾ ഷൂഷൈന് കണ്ണ് കാണാതെയായി. അങ്ങനെ ഒരു ബിൽഡിംഗിലേക്ക് ഷൂഷൈൻ ഇടിച്ചു കയറുകയാണ്. അവിടെയൊക്കെ തകർത്തുകൊണ്ടാണ് ഷൂഷൈൻ പുറത്തു വന്നത്. പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവന് പ്രത്യേകിച്ച് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫൈനലി ഷൂഷൈന് മോളിൽ നിൽക്കുന്ന സ്ഥലത്തെത്തി. അവിടെ വേസ്റ്റ് വെച്ചിട്ടുള്ള സ്ഥലത്താണ് ഷൂഷൈൻ ചാടി വന്ന് വീണത്. അപ്പോൾ അവിടെയുള്ള ഒരു സ്റ്റീൽ ക്യാപ്പ് പറന്നു ചെന്ന് ഒരു കള്ളന്റെ മോന്തക്ക് തന്നെ ഇടിച്ച് അവന്റെ ബോധം പോയി. മറ്റേ കള്ളന്റെ തലയിൽ ഏണി വീണ് അവനും താഴെ വീണു. അപ്പോൾ മോളിയെ മോഷ്ടിക്കാൻ ശ്രമിച്ച രണ്ടുപേരും വീണത് കണ്ട് അപ്പോൾ തന്നെ ഷൂഷൈൻ ആ സ്ഥലം വിട്ടു. അതായത് മോളി ഒരു മിന്നായം പോലെ മാത്രമാണ് അവരെ രക്ഷിച്ച ഡോഗിനെ കണ്ടത്. പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല അവരെ രക്ഷിച്ചത് ജാക്കിന്റെ ഷൂഷൈൻ എന്ന ഡോഗാണ് എന്ന്. എന്താണ് സംഭവിച്ചത്, ആരാണ് മോളെ രക്ഷിച്ചത് എന്നൊക്കെ അവിടെ എത്തിയ പോലീസ് ചോദിച്ചപ്പോൾ ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്ന് മോളി മറുപടി കൊടുത്തു. അതേപോലെ ജാക്കും അവിടെ എത്തി മോളിയോട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജാക്ക് എന്നാൽ അവിടെയൊന്നും ഷൂഷൈനെ കണ്ടിട്ടില്ല. വീട്ടിൽ തിരിച്ചെത്തിയ ജാക്ക് ഷൂഷൈനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ കുറ്റബോധത്തോടെ ഷൂഷൈൻ സോഫയുടെ അടിയിൽ ഒളിച്ചു കിടക്കുകയാണ്. ഞാൻ മനഃപൂർവ്വമല്ല ആ ബിൽഡിങ്ങും കാർസൊക്കെ ഇടിച്ചത്, അറിയാതെ പറ്റിയതാണ് എന്നൊക്കെ ഷൂഷൈൻ പറഞ്ഞപ്പോൾ കമോൺ ഷൂഷൈൻ, നീ ഒരു ഹീറോ ആണ്, നീയാണ് മോളിയെ രക്ഷിച്ചത് എന്നൊക്കെ ജാക്ക് പറയുകയാണ്. എന്നാൽ ഷൂഷൈന് ഹീറോ ആകാനൊന്നും താല്പര്യമില്ല. ഞാൻ ഹീറോ ആയാൽ തന്നെ എന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനേ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ചെറുപ്പം മുതലെയുള്ള ആഗ്രഹം എനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം, എന്നെ നോക്കാൻ ഒരാൾ വേണം എന്നത് മാത്രമാണ്. എന്തായാലും
ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും അച്ഛനോട് പറയരുത് എന്നും ഷൂഷൈൻ ജാക്കിനോട് പറയുന്നുണ്ട്. ശേഷം അവര് രണ്ടുപേരും വീട് വൃത്തിയാക്കുന്ന സമയമാണ് ആരോ ബെല്ലടിച്ചത്. അത് ആരാണ് എന്ന് നോക്കാനായി ജാക്ക് ചെന്നു. അപ്പോൾ അത് വേറെ ആരുമല്ല, സയന്റിസ്റ്റ് സൈമണിന്റെ കൂടെയുള്ള കാഡാണ്. അങ്ങേര് തന്റെ ബീഗൽ നായെ കാണാനില്ല, കണ്ടായിരുന്നു എന്ന് ചോദിക്കാനാണ് വന്നത്. അതായത് നമ്മുടെ ഷൂഷൈനെ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് ജാക്ക് മറുപടി കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിനാണെങ്കിൽ അകത്ത് ആ പട്ടിയുണ്ടോ എന്നൊക്കെ സംശയമുണ്ടെങ്കിലും ഒരുവിധം ജാക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ജാക്ക് ഷൂഷൈനോട് നിനക്ക് അയാളെ അറിയുമോ, നീ അയാളുടേതാണോ എന്നൊക്കെ ചോദിച്ചു. ഏയ്, എനിക്ക് അറിയത്തില്ല, ഞാൻ അയാളുടേതൊന്നുമല്ല എന്ന് ഷൂഷൈൻ മറുപടി കൊടുത്തു. സോ ഇവിടെ നമ്മുടെ ജാക്കിന്റെ അച്ഛൻ തിരിച്ചു വീട്ടിലെത്തിയതായി കാണാം. ഇവര് വീട് വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജാക്ക് ഷൂഷൈനോട് പറയാണ്, അച്ഛനെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കുറച്ചു നേരം പുറത്തു തന്നെ നിർത്താം, ആ സമയം കൊണ്ട് നീ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്, എന്നിട്ട് ഇവിടെ വൃത്തിയാക്ക്. അപ്പോൾ മടിയൻ ഷൂഷൈൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ അവിടെ വേസ്റ്റ് ആയ സാധനങ്ങളുടെ മുകളിലൊക്കെ കാർപ്പറ്റ് ഇട്ട് മറച്ചു. ജാക്ക് തന്റെ അച്ഛനുമായിട്ട് അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. അപ്പോൾ ജാക്ക് അച്ഛന്റെ അടുത്ത് ചെന്ന് പറയാണ്, അച്ഛാ, എനിക്കിന്ന് അച്ഛനോട് സംസാരിക്കാനുണ്ട്, നമുക്കൊരു വാക്കിന് പോയാലോ? അപ്പോൾ അത് കേട്ടപ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമായി. ഞാൻ എന്നാൽ ഈ സഞ്ചി അകത്ത് വെച്ചിട്ട് വരാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അത് ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞ് ജാക്ക് ആ സഞ്ചി വാങ്ങിച്ചു. എന്നാൽ ഈ സമയം വീട്ടിലെ ജനാലിലെ ഗ്ലാസ് പൊട്ടിയതായി അച്ഛൻ കണ്ടു. സംശയം തോന്നി അച്ഛന് അകത്തേക്ക് ചെന്നപ്പോൾ വീട് മുഴുവനും വൃത്തികേടായത് അദ്ദേഹം കണ്ടു. ആൻഡ് അതൊക്കെ ചെയ്തത് ഷൂഷൈൻ ആണ് എന്നും മനസ്സിലായി. രാവിലെ വരെ ഷൂഷൈനെ വളർത്താൻ ജാക്കിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പട്ടിയെ ഞാൻ വേറെ ആർക്കെങ്കിലും നൽകാം എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ജാക്ക് അതിന് സമ്മതിച്ചിട്ടില്ല. അച്ഛാ, ഞാൻ തന്നെ ഇവനെ നോക്കിക്കോളാം, ഞാൻ തന്നെ ഇവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്നൊക്കെ ജാക്ക് പറയുകയാണ്. ഇനി സയന്റിസ്റ്റ് സൈമണിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലാബ് മുഴുവനായിട്ടും കത്തി നശിച്ചു. എന്നിട്ട് ഇപ്പോൾ അവർ ഒരു അണ്ടർഗ്രൗണ്ട് ടണലിന്റെ അകത്താണ് താമസം. കയ്യിലാണെങ്കിൽ നയാ പൈസയില്ല. അപ്പോൾ ഇനി എക്സ്പെരിമെന്റ്സ് വീണ്ടും പുനരാരംഭിക്കാൻ കയ്യിൽ അത്യാവശ്യം വലിയ തുക തന്നെ വേണം. അപ്പോൾ കാശ് സമ്പാദിക്കാനായി സൈമൺ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂർ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. എന്നാൽ ഓൾമോസ്റ്റ് 90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അത് എനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. നമ്മുടെ ഷൂഷൈനും ജാക്കും ഇപ്പോൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. ഷൂഷൈൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും കാലം തന്നെ ആരും സ്നേഹിച്ച് വളർത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു മനുഷ്യൻ തന്നെ സ്നേഹത്തോടെ നോക്കുന്നത്. അവരങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു പൂച്ച ഷൂഷൈനെ വെല്ലുവിളിക്കുകയാണ്. അതായത് അവരുടെ മൃഗങ്ങളുടെ ഭാഷയില്. ഞാൻ ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞ് ഷൂഷൈന് വളരെ വേഗത്തിൽ ചെന്ന് ആ പൂച്ചയെ പിടിച്ച് മരത്തിന്റെ മണ്ടയിലിരുത്തി തിരിച്ചു വന്നു. ഷൂഷൈന്റെ കഴുത്തിൽ ധരിക്കാനായി ജാക്ക് ഒരു കോളർ വാങ്ങിയിട്ടുണ്ട്. അതിൽ ഷൂഷൈന്റെ പേരും വീട്ടിലെ അഡ്രസ്സും ഉണ്ട്. നിന്നെ കാണാതെയായിട്ട് ആർക്കെങ്കിലും കിട്ടിയാൽ അവർക്ക് നിന്നെ തിരിച്ച് എന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കാൻ കഴിയുമെന്ന് ജാക്ക് പറയുകയാണ്. ഇവിടെ അവര് ടിവിയിൽ വാർത്ത കാണുമ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസ് നായകളെയൊക്കെ കാണിക്കുന്നുണ്ട്. നിനക്കും എങ്ങനെ ജോയിൻ ചെയ്തൂടെ, നാടിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ജാക്ക് പറഞ്ഞപ്പോൾ താൻ മുന്നേ ഒരു പോലീസ് നായാണ് എന്ന കാര്യം ഷൂഷൈൻ ജാക്കിൽ നിന്ന് മറച്ചു വെച്ചു. ജാക്ക് പറയാണ്, എന്റെ അച്ഛനും പോലീസായിരുന്നു, എന്നാൽ അച്ഛൻ ജോലി രാജിവെച്ചു. അച്ഛൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ് ജോലി രാജിവെച്ചത് എന്നാണ്. അതിനുശേഷമാണ് അച്ഛൻ സെക്യൂരിറ്റീസിൽ ജോയിൻ ചെയ്തത്. എന്തിനാണ് എന്റെ അച്ഛൻ അങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം ടിവിയിൽ വാർത്തയിൽ ഒരു ജ്വല്ലറിയിൽ ലൈവായിട്ട് നടക്കുന്ന മോഷണത്തെ കുറിച്ചാണ് കാണിക്കുന്നത്. കൊള്ളസംഘം ജ്വല്ലറിയുടെ അകത്ത് ആളുകളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പോലീസ് പുറത്തെത്തിയെങ്കിലും അവർക്ക് അകത്തേക്ക് ചെല്ലാനായി പറ്റുന്നില്ല. കാരണം കൊള്ളസംഘം അകത്തുള്ള ആളുകളെ കൊല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വാർത്തയിൽ ലൈവായിട്ട് അവർ കണ്ടപ്പോൾ ജാക്ക് ഷൂഷൈനോട് പറയണം, ഷൂഷൈന്, നീ ഇന്ന് മോളിയെ രക്ഷിച്ചതല്ലേ, എന്തുകൊണ്ട് ഇവരെ നിനക്ക് രക്ഷിച്ചൂടാ? അങ്ങനെ ഷൂഷൈന് ആ ജ്വല്ലറി മോഷണം നടക്കുന്ന സ്ഥലത്തേക്ക് പറന്നു പോവുകയാണ്. ഇനി ഈ ജ്വല്ലറി മോഷ്ടിക്കുന്നത് ആരാണ്? വേറെ ആരുമല്ല, സൈമണിന്റെ ആൾക്കാരാണ്. സൈമൺ ആണ് ജ്വല്ലറി മോഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. സോ ഇവിടെ ജ്വല്ലറിയുടെ പുറത്തുള്ള പോലീസും ജനങ്ങളും കാണുന്നത് ഒരു പട്ടി അവിടെ പറന്ന് എത്തിയതാണ്. ഷൂഷൈൻ ജ്വല്ലറിയുടെ അകത്ത് കയറി. എന്നിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ വന്ന കൊള്ളക്കാരെയൊക്കെ ഷൂഷൈൻ അടിച്ചു വീഴ്ത്തുന്നതാണ്. ഇതൊക്കെ ക്യാമറയിൽ കാണുന്ന സൈമണിന് മനസ്സിലായി ഈ പട്ടി അവര് അന്വേഷിക്കുന്ന ബീഗലാണ് എന്ന്. എന്തായാലും കാഡ് ഷൂഷൈന്റെ ഇടി കൊള്ളാതെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. എന്തായാലും ഇവിടെയുള്ള ആളുകളൊക്കെ ഷൂഷൈൻ സേഫ് ആക്കി. പോലീസിനോടും ജനങ്ങളോടും ഷൂഷൈൻ പറയാണ് എല്ലാവരും സേഫ് ആണ്. അതും പറഞ്ഞ് ഷൂഷൈൻ പറന്നു പോവുകയാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നാട്ടിൽ അവരുടെ രക്ഷകനായി ഒരു സൂപ്പർ ഹീറോ ഡോഗ് ഉണ്ട് എന്ന്. പിന്നീട് വാർത്തകളും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അത് തന്നെയാണ് ചർച്ച. ഇതൊക്കെ കണ്ട് സൈമണിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. സൈമൺ പറയാണ്, ആ പട്ടി എന്റെ ക്രിയേഷൻ ആണ്, ഞാനാണ് അവനെ ഉണ്ടാക്കിയത്, എന്നാൽ ക്രെഡിറ്റ്സ് മുഴുവനും അവന് മാത്രമാണ് പോകുന്നത്. സോ തന്നെ കുറിച്ചുള്ള വാർത്തയൊക്കെ കണ്ട് ഷൂഷൈൻ ജാക്കിനോട് ചോദിക്കാണ്, എന്താണ് ഈ സൂപ്പർ ഹീറോ എന്ന്. അപ്പോൾ ജാക്ക് പറയാണ്, അപകടത്തിൽ പെടുന്ന ആളുകളെ രക്ഷിക്കുന്നവരാണ് സൂപ്പർ ഹീറോസ്. എന്നിട്ട് സൂപ്പർ ഹീറോ
കോമിക് ബുക്സ് ഒക്കെ ജാക്ക് ഷൂഷൈന് കാണിച്ചു കൊടുത്തു. അതേപോലെ ഈ സൂപ്പർ ഹീറോസ് ഒക്കെ അവരുടേതായ സ്യൂട്ട് ധരിച്ചാണ് ജനങ്ങളെ രക്ഷിക്കാനായി പോകുന്നത്. സോ നിനക്കും അങ്ങനെ ഒരു സൂപ്പർ ഹീറോ സ്യൂട്ട് വേണം. അങ്ങനെ അവർ ഓരോ ടൈപ്പ് സ്യൂട്ട് ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും ചേരുന്നില്ല. അവസാനം യു എന്ന് എഴുതിയിട്ടുള്ള അച്ഛന്റെ പഴയ സ്കൂളിലെ സ്വെറ്റർ ജാക്കിന് കിട്ടി. അണ്ടർ ഡോഗ്, ഇത് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. അങ്ങനെ അച്ഛന്റെ ആ പഴയ സ്വെറ്റർ വാഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അത് നമ്മുടെ ഷൂഷൈന് സൂപ്പർ ഹീറോ സ്യൂട്ട് ആയിട്ട് ജാക്ക് നൽകി. ഷൂഷൈന് എന്തെങ്കിലും അപകടമുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ 3 തവണ കുരക്കും. അതാണ് അവരുടെ കോഡ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ അണ്ടർ ഡോഗ് എന്ന സൂപ്പർ ഹീറോ ഡോഗ് നാട്ടിൽ അപകടത്തിൽപ്പെടുന്ന സകല ആളുകളെയും രക്ഷിക്കാനായി തുടങ്ങി. കള്ളന്മാരെയും വൃത്തികെട്ടവന്മാരെയും ഒക്കെ നല്ല പാഠം പഠിപ്പിക്കാനായിട്ടും തുടങ്ങി. വാർത്തയിലും ടിവിയിലും എല്ലാം ഇപ്പോൾ ഒരേ ഒരു പേര് മാത്രമാണ്, അണ്ടർ ഡോഗ്. ഒരാൾ കാർ ഓടിച്ചു പോകുമ്പോൾ കാറിന്റെ ബ്രേക്ക് പോയി. അപ്പോൾ സീബ്ര ക്രോസിംഗിലെ കൂടി സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് കാർ നിർത്താനും സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹീറോ ആയ അണ്ടർ ഡോഗ് പറന്നെത്തി ആ കാർ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മുടെ അണ്ടർ ഡോഗ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇനി നമ്മുടെ സൈമണിന്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം. അദ്ദേഹം വീണ്ടും റിസർച്ച് നടത്തി അദ്ദേഹം പണ്ട് കണ്ടെത്തിയ അതേ ഫോർമുല തയ്യാറാക്കി. എന്നിട്ട് ഒരു പട്ടിയുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്തു. എന്നാൽ ആ പട്ടി സംസാരിക്കുന്നതുമില്ല. അതായത് സൈമൺ ഉണ്ടാക്കിയ ഇപ്പോഴത്തെ ഫോർമുല പരാജയമാണ്. അപ്പോൾ സൈമണിന് ഇനിയും അത് റീക്രിയേറ്റ് ചെയ്യാനായി പറ്റുന്നില്ല. എന്നാൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് അണ്ടർ ഡോഗിന്റെ DNA എടുക്കുക എന്നതാണ്. അതിനായി അവർ ഒരു പ്ലാൻ തയ്യാറാക്കി. നാട്ടിലെ എല്ലാവരെയും രക്ഷിക്കുന്ന അണ്ടർ ഡോഗിനെ അവരുടെ അടുത്തേക്ക് വരുത്തിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. കാഡ് ഒരു സ്ത്രീയുടെ വേഷത്തിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീഴുന്നത് പോലെ അഭിനയിക്കുകയാണ്. സ്വാഭാവികമായിട്ടും രക്ഷിക്കാനായി അണ്ടർ ഡോഗ് എത്തും. സോ അണ്ടർ ഡോഗ് പറന്ന് എത്തുകയും അപകടത്തിൽപ്പെട്ട ആ സ്ത്രീയെ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ രക്ഷിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് അണ്ടർ ഡോഗിന് മനസ്സിലായത് അത് സ്ത്രീയല്ല, സൈമണിന്റെ അസിസ്റ്റന്റ് ആയ കാഡ് ആണ് എന്ന്. കാഡ് അണ്ടർ ഡോഗിനെ പിടിക്കാനായി അണ്ടർ ഡോഗിന്റെ കഴുത്തിൽ ബെൽറ്റ് ധരിച്ചു. എന്നാൽ അവന് അണ്ടർ ഡോഗിനെ പിടിച്ചു പോകാൻ മാത്രമുള്ള ശക്തിയൊന്നുമില്ല. അണ്ടർ ഡോഗ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ അവനെ പിടിച്ചിട്ട് വളരെ വേഗത്തിൽ ഓടുകയാണ്. അങ്ങനെ കാഡിന് നല്ല രീതിയിൽ തന്നെ പരിക്കേൽക്കുന്നുണ്ട്. അവസാനം ബെൽറ്റും പൊട്ടിച്ച് അണ്ടർ ഡോഗ് പറന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഇവിടെ നമ്മുടെ അണ്ടർ ഡോഗിന്റെ കഴുത്തിലുള്ള ജാക്ക് നൽകിയ കോളറും നഷ്ടമായിട്ടുണ്ട്. അത് കാഡിന് കിട്ടി. അപ്പോൾ അതില് അവരുടെ അഡ്രസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ സൈമണിന് ഇപ്പോൾ മനസ്സിലായി അണ്ടർ ഡോഗ് എന്ന ഡോഗ് എവിടെയാണ് താമസിക്കുന്നത് എന്ന്. ഇവിടെ ജാക്കും ഷൂഷൈനും സംസാരിക്കുകയാണ്. നിന്റെ കോളർ എവിടെ എന്ന് ജാക്ക് ചോദിച്ചപ്പോൾ അത് ഒരാളെ രക്ഷിക്കുമ്പോൾ കാണാതെയായി എന്നായിരുന്നു ഷൂഷൈന്റെ മറുപടി. ഇവര് രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ഇത് ബീഗൾ ഇനത്തിൽപ്പെടുന്ന ഡോഗ് ആണല്ലേ, നമ്മുടെ അണ്ടർ ഡോഗും ഇതുപോലെ തന്നെയാണ് കാണാൻ. ഇവിടെ രാത്രി മോളിയുടെ ഡോഗായ പോളി വീട്ടിന്റെ പുറത്ത് നിൽക്കുന്നതായി കാണാം. അപ്പോൾ നമ്മുടെ അണ്ടർ ഡോഗ് പോളിയുടെ അടുത്ത് പറന്നെത്തുകയാണ്. നീ സുന്ദരിയാണല്ലോ, നമുക്കൊരു ഡേറ്റിന് പോയാലോ എന്നൊക്കെ അണ്ടർ ഡോഗ് പോളിയോട് ചോദിച്ചപ്പോൾ അത് പറ്റത്തില്ല, എന്റെ മാസ്റ്റർ അതറിഞ്ഞാൽ അത് പ്രശ്നമാവും, ആരും അറിയാനായി പോകുന്നില്ല, നീ എന്റെ കൈ പിടിക്ക്. അങ്ങനെ അണ്ടർ ഡോഗ് പോളിയെ കൂട്ടി പറന്നു പോവുകയാണ്. ആൻഡ് ഗൈസ്, വേറെ കാര്യം പറയുകയാണെങ്കിൽ പോളിക്ക് അറിയത്തില്ല അണ്ടർ ഡോഗ് തന്നെയാണ് ഷൂഷൈൻ എന്ന്. അവരങ്ങനെ പാറി പറന്ന് എൻജോയ് ചെയ്യുകയാണ്. തന്റെ ക്രഷിനെ കൂട്ടി ഡേറ്റിന് പോയത് കൊണ്ട് ഷൂഷൈനും സന്തോഷമായി. അതേപോലെ ആദ്യമായി പറന്ന് എൻജോയ് ചെയ്ത പോളിക്കും സന്തോഷമായി. അടുത്ത ദിവസം അച്ഛനോട് ഞങ്ങൾ പാർക്ക് വരെ പോവുകയാണ് എന്ന് പറഞ്ഞ് ജാക്കും ഷൂഷൈനും വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാൽ അവര് പോയതിനു ശേഷം വീട്ടിലേക്ക് ആരാണ് എത്തിയത് എന്ന് നോക്കിയേ, വേറെ ആരുമല്ല, സൈമണും കാഡുമാണ്. അവര് ജാക്കിന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി. ജാക്ക് മോളിയെ കാണാൻ വേണ്ടിയാണ് പോയത്. അവിടെ വെച്ച് പോളി ഷൂഷൈനോട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് പോളി അണ്ടർ ഡോഗിന്റെ കൂടെ ഡേറ്റിന് പോയത്. സോ ഇവിടെ ജാക്കിന്റെ അച്ഛനെ സൈമണ് കെട്ടിയിട്ട് ഷൂഷൈനെ വിളിക്കാനായി പറയുകയാണ്. അതേപോലെ സൈമണിന്റെ 3 അപകടകാരികളായ ജർമ്മൻ ഷെപ്പേർഡ് നായകളും അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. അങ്ങനെ അച്ഛന് ഷൂഷൈൻ എന്ന് ഒച്ചത്തിൽ വിളിക്കുകയാണ്. മോളിയോട് സംസാരിക്കുന്ന ജാക്കിന്റെ അടുത്ത് ചെന്ന് ഷൂഷൈൻ 3 തവണ കുരച്ചു. അവരങ്ങനെ പോവുകയാണ്. ഷൂഷൈൻ പറയാണ്, നിന്റെ അച്ഛൻ അപകടത്തിലാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനായി പോകണം, എന്റെ അച്ഛനെ രക്ഷിക്കാൻ ഞാനും വരുന്നുണ്ട് എന്ന് ജാക്ക് പറയുകയാണ്. അപ്പോൾ ജാക്കിനെ കൂടി പിടിച്ച് ഷൂഷൈൻ പറന്നു പോവുകയാണ്. അവര് സൈമണിന്റെ സ്ഥലത്തെത്തി. ഷൂഷൈൻ സൈമനോട് പറയാണ്, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, എന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പോൾ ഷൂഷൈൻ സംസാരിക്കുന്നത് കണ്ട് അച്ഛൻ ഷോക്കായി. ഇവിടെ സൈമൺ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഷൂഷൈന്റെ DNA എടുത്തുകൊണ്ട് സൂപ്പർ പവേഴ്സുള്ള ടാബ്ലറ്റ് ഉണ്ടാക്കിയെടുത്തു. ഇനി ആ ടാബ്ലറ്റ്സ് ഡോഗ്സ് കഴിച്ചാൽ അവർക്കും സൂപ്പർ പവേഴ്സ് ലഭിക്കും. അതേപോലെ ഷൂഷൈനെ തിരിച്ച് ഒരു സാധാരണ ഡോഗ് ആക്കിന്റെ ടാബ്ലറ്റും സൈമൺ ഷൂഷൈന് നൽകി. ഷൂഷൈൻ അത് കഴിച്ച ഉടനെ തന്നെ ഷൂഷൈന്റെ ശക്തിയൊക്കെ പോയി. എന്നിട്ട് പഴയതുപോലെയായി. സൈമൺ ഷൂഷൈനെ അവിടെ കൂട്ടിലിട്ടു. അതേപോലെ ജാക്കിനെയും അച്ഛനെയും ആ സ്ഥലത്ത് സൈമൺ കെട്ടിയിട്ടു. എന്നിട്ട് അദ്ദേഹം തന്റെ 3 ജർമ്മൻ ഷെപ്പേർഡ് നായകൾക്ക് ആ സൂപ്പർ പവേഴ്സ് ലഭിക്കുന്ന ടാബ്ലറ്റ്സ് നൽകി. അതായത് ഇപ്പോൾ ഷൂഷൈന്റെ സൂപ്പർ പവേഴ്സ് ആ ജർമ്മൻ ഷെപ്പേർഡ് നായകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം സൈമൺ ചെന്നത് മേയറിനെ കാണാനാണ്. എന്നിട്ട് സൈമൺ ആ പട്ടികളെ കാണിച്ച് മേയറിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മുടെ ജാക്ക് തന്റെ കയ്യിലെ കെട്ടയച്ചു. എന്നിട്ട്
എന്നിട്ട് അച്ഛന്റെ കെട്ടും അയക്കുന്നുണ്ട്. അവർക്കറിയാം സൈമൺ പോയത് മേയറിനെ കാണാനാണ് എന്ന്. സോ അച്ഛൻ സൈമണിന്റെ ലാബിൽ നിന്ന് ചില ഇഞ്ചക്ഷൻസ് കയ്യിലെടുക്കുന്നുണ്ട്. കാഡ് മേയറിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ ബോംബ് സെറ്റ് ചെയ്യാൻ പോകുന്നത് മോളി കണ്ടു. പുള്ളിക്കാരി അങ്ങേരുടെ പിന്നാലെ പോകുന്നുണ്ട്. ആ സ്ഥലത്തെത്തിയ നമ്മുടെ ഷൂഷൈന് ഇപ്പോൾ അവിടെ ബോംബ് ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഷൂഷൈന് ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് ഓടി ചെല്ലുകയാണ്. സൈമൺ ഇവിടെ മേയറിനെ ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നത് $1 ബില്യൺ ആണ്. അദ്ദേഹത്തിന് പുതിയ ഒരു ലാബ് തുടങ്ങാനും അതേപോലെ റിസർച്ച് ചെയ്യാനും. തന്റെ ആവശ്യം നടപ്പിലാക്കിയാൽ മാത്രമേ മേയറിനെ വെറുതെ വിടുകയുള്ളൂ എന്നൊക്കെയാണ് സൈമൺ പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഷൂഷൈൻ അവിടെ ചാടി വന്നത് ഒരു ഗ്ലോബിന്റെ മുകളിലേക്കാണ്. അപ്പോൾ ബാലൻസ് തെറ്റി ആ ഗ്ലോബ് ചെന്ന് ഇടിച്ചത് മേയറിന്റെ തലയിലാണ്. അദ്ദേഹത്തിന്റെ ബോധം പോയി. അതേപോലെ സൈമണും താഴെ വീണിട്ടുണ്ട്. ഷൂഷൈനും അവിടെ താഴെ വീണ് പരിക്കേറ്റി കിടക്കുകയാണ്. പക്ഷെ ഇവിടെയാണ് ട്വിസ്റ്റ്. സൈമൺ വീണ സമയം സൈമണിന്റെ പോക്കറ്റിലുണ്ടായ സൂപ്പർ പവേഴ്സ് ലഭിക്കുന്ന ടാബ്ലറ്റ്സും താഴെ വീണിട്ടുണ്ടായിരുന്നു. സൈമണിന്റെ 3 ജർമ്മൻ ഷെപ്പേർഡ് നായ്കൾ ഷൂഷൈൻ അഥവാ അണ്ടർഡോഗിനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ആ ടാബ്ലറ്റ്സ് കഴിച്ച ഷൂഷൈന് വീണ്ടും സൂപ്പർ പവേഴ്സ് ലഭിച്ചു. അങ്ങനെ അവരൊക്കെ അണ്ടർഡോഗ് തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ മോളിയാണെങ്കിൽ കാഡ് ബോംബ് സെറ്റ് ചെയ്യുന്നത് കണ്ടു. എന്നാൽ അദ്ദേഹം മോളിയെ പിടിച്ച് ആ ബോംബ് സെറ്റ് ചെയ്ത അതേ സ്ഥലത്ത് കെട്ടിയിടുന്നുണ്ട്. അതേപോലെ ഇവിടെ ഷൂഷൈൻ ആണെങ്കിൽ 3 ജർമ്മൻ ഷെപ്പേർഡിനെയും പരാജയപ്പെടുത്തി. അത് കണ്ട് ദേഷ്യം വന്ന സൈമൺ ആ ടാബ്ലറ്റ്സ് അദ്ദേഹം തന്നെ കഴിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ശക്തി ലഭിച്ചു. പക്ഷെ അവിടെയും ഫൈറ്റിൽ സൈമണിനെ ഷൂഷൈൻ പരാജയപ്പെടുത്തി. അപ്പോൾ ദേഷ്യം വന്ന സൈമൺ ആ ബോംബ് ആക്ടിവേറ്റ് ചെയ്തു. ഈ കാര്യം മനസ്സിലാക്കിയ ജാക്കിന്റെ അച്ഛന് സൈമണിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് സൈമണിനെ പിടിച്ചു വെച്ച് ഇഞ്ചക്ഷൻ നൽകുകയാണ്. ആ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ സൈമണിന്റെ ശക്തിയൊക്കെ പോയി. എന്നിട്ട് പഴയതുപോലെ ഒരു നോർമൽ മനുഷ്യനായി. അതേപോലെ ഇവിടെ നമ്മുടെ മേയർ ആണെങ്കിൽ ജാക്കിന്റെ അച്ഛനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊമോഷനോട് കൂടി തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാക്കിന്റെ അച്ഛൻ തന്നെ സൈമണിനെ അറസ്റ്റ് ചെയ്തു. അണ്ടർഡോഗ് ബോംബ് സെറ്റ് ചെയ്ത സ്ഥലത്ത് ചെന്ന് മോളിയും പോളിയും രക്ഷപ്പെടുത്തി. എന്നിട്ട് ബോംബ് കടിച്ച് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് വലിയ ഒരു കുഴി കുഴിക്കുകയാണ്. എന്നിട്ട് അണ്ടർഡോഗ് ആ കുഴിയിൽ ബോംബിട്ടു. ബോംബ് ആ കുഴിയിൽ നിന്ന് പൊട്ടി. അങ്ങനെ ആ നാടിനെ തന്നെ വലിയ ഒരു അപകടത്തിൽ നിന്ന് അണ്ടർഡോഗ് രക്ഷിച്ചു. ജനങ്ങൾ എല്ലാവരും അണ്ടർഡോഗിനോട് നന്ദി പറയുകയാണ്. കഥയുടെ അവസാനം അറസ്റ്റിലായ സൈമണിനെയും കാഡിനെയും ജാക്കിന്റെ അച്ഛന് ഒരേ സെല്ലിൽ അടച്ചു പൂട്ടുന്നത് കാണാം. ഇവിടെയാണ് അണ്ടർഡോഗ് എന്ന സിനിമ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ വീഡിയോ കൂടി ക്ലിക്ക് ചെയ്ത് കാണും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.